ഇതാണ് സുഹൃത്തുക്കളെ ഇന്നു മൈദിയാക്ക എൻ്റെ പഴയ കാല സുഹൃത്ത്. അപ്പോൾ നിങ്ങൾ ചോദിക്കൂ എങ്ങനെ ഇപ്പോൾ വാപ്പുവിൻ്റെ സുഹൃത്ത് ഇത്രയും പ്രായമുള്ള ആൾ? പ്രായം പറഞ്ഞാൽ നമ്മളെ പഴയ കാലം മുതലാൾ. എനിക്ക് ആദ്യം വാണയമ്പലത്ത് തയ്യൽ മെഷീൻ വാങ്ങി തന്ന ആൾ അല്ലേ? അന്ന് എത്ര വയസ്സുണ്ടാവും എനിക്ക്? 10-13 വയസ്സുണ്ടാവും. പിന്നെ നമ്മൾ റബ്ബർ വെട്ടീൻ്റെ മുതലാളി ഇങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ അഞ്ചേൻ്റെ അല്ലേ റബ്ബർ വെട്ടീന്? അപ്പോൾ ഇവരെ അനിയൻ്റെ റബ്ബർ വെട്ടീന്ന് വാണയമ്പലത്ത് അല്ലേ? അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകില്ല. അന്നത്തെ കാലം എങ്ങനെയുണ്ട്? ഇനി കാലം അതിൻ്റെ അടുത്ത് പേപ്പർ അല്ല, ഞാൻ പേപ്പർ കവറ് മടക്കി ഓർമ്മയുണ്ടോ? നമ്മളെ നായരകുടി കൊടുത്തതേ നിങ്ങൾക്ക് ഓർമ്മയില്ല? ഓർമ്മയിലില്ല. ഓർമ്മ പോയോ? എവിടെ നിങ്ങൾ പോരുണിയെ? ഇതിപ്പോൾ ഈ സുബൈർ വാപ്പു ആക്കിയ കുറേ ആൾക്കാരുണ്ട്. അതിൽപ്പെട്ട ആദ്യകാല എൻ്റെ മുതലാളി, എൻ്റെ സുഹൃത്ത് ഒക്കെ പറയപ്പോൾ ഇതിനെ ഫസ്റ്റ് തയ്യൽ മെഷീൻ വാങ്ങി തന്ന്, പിന്നെ വാണയമ്പലത്ത് ടാപ്പിങ് അദ്ദേഹത്തിന് അയ്യൻ്റെ മരം ഞാൻ റബ്ബർ വെട്ടിയിരുന്നു. പിന്നെ സ്കൂളിൽ പോകും. അന്നത്തെ കാലം 8ാം ക്ലാസ്സിലെ അന്നത്തെ കാലം. അന്നത്തെ ബിൽഡിങ്ങാണ്ട് മുതലാണ് ഇത്. കാണുന്നതാണ് ഇതല്ല, ഇങ്ങനെ അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ ബിൽഡിങ്. അപ്പോൾ വിറ്റു 1 സെൻറ്റ് വിറ്റുങ്ങാണ്ട് 1 ഏക്കർ ഭൂമി വാങ്ങിയ ഒരു മഹാനാണ് കേട്ടോ. 1 ഏക്കറല്ലേ റബ്ബർ? 1 സെൻറ്റ് ഭൂമി വിറ്റിട്ട് 67 സെൻറ്റ് സ്ഥലം വാങ്ങി. ലാഭമല്ലേ സംഗതി? കച്ചവടം ലാഭമല്ലേ? ആയിക്കോട്ടെ. എവിടെക്കാൾ പോണേ? ശരി നോക്കാം. ഇത് വാണയമ്പലത്ത് നമ്മളെ വൈദ്യര് പേരെന്തിനെതിരെ? സജി വൈദ്യര്. നമ്മളെ മുരളേട്ടൻ്റെ അടുത്ത് കുറേ കാലം സ്റ്റാഫായിരുന്നു. പിന്നെ പാരമ്പര്യ വൈദ്യശാലയാണ്. ഞാനിങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഇങ്ങോട്ട് വരും. നമ്മളെ ഒരു വൈദ്യരും കൂടിയാണ്. ഫാമിലി ഡോക്ടർ എന്നൊക്കെ പറയുന്ന പോലെ ഫാമിലി വൈദ്യരും കൂടിയാണ്. വാണയമ്പലത്ത് റെയിൽവേ കഴിഞ്ഞാൽ വാണയമ്പലത്ത് വരുന്ന ആൾക്കാർക്ക് റെയിൽവേ കഴിഞ്ഞ് നമ്മൾ വണ്ടൂർ പോകുമ്പോൾ ഇടത് ഭാഗത്ത് കാണുന്ന വൈദ്യ ഷോപ്പാണ്. അപ്പോൾ നല്ലൊരു ഇവിടെയൊക്കെ വരാൻ കാരണം എന്ന് വെച്ചാൽ വില കുറവുണ്ട്. പിന്നെ കുറച്ചൊക്കെ വില ആദ്യം ഒന്ന് കൂട്ടി പറയും. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടറിഞ്ഞാൽ മതി, അതിനനുസരിച്ച് വാങ്ങിയാൽ മതി. ലേഖത്തിന് വില കൂടുതലാണ് താങ്ങലും. അപ്പോൾ എന്താ വെച്ചാൽ ആൾ ഉഷാറാട്ടോ. നമ്മളെന്താ വെച്ചാൽ എന്ത് രോഗത്തിനും മരുന്ന് കൊണ്ടുപോയാലേ, ഇപ്പോൾ നമ്മൾ അലോപ്പതിനെ കുറ്റം പറയണമെന്നില്ല. അലോപ്പതിയിൽ നമ്മൾ മരുന്ന് കൊണ്ടുപോയാലും മാറും പെട്ടെന്ന്. പക്ഷേ അതേപോലെ ചില മരുന്നുകളൊക്കെ അലോപ്പതിയിൽ നിന്ന് മാറാത്ത മരുന്ന് ഞാൻ ഈ വൈദ്യരെടുത്ത് വരലുണ്ട്. ഈ വൈദ്യരെടുത്ത് വന്നിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും അല്ലേ നമ്മൾ ഭയങ്കര കമ്പനിയായിട്ട് ഫ്രണ്ടായിട്ട് പോകുന്നുണ്ട് അല്ലേ? പിന്നെ വൈദ്യരിത് എത്ര വർഷമായിട്ടുള്ള? 10-25 വർഷം. വൈദ്യർ അച്ഛൻ്റെ പേരെന്തായിരുന്നു? അപ്പോൾ നാരായണ വൈദ്യർ. എവിടെയായിരുന്നു? ഇപ്പോഴും ഉണ്ടോ? ഇപ്പോൾ ആരാ കൊണ്ടു കൊടുക്കുന്നത്? അനിയനെ. അപ്പോൾ നിങ്ങളുടെ ഫാമിലി എത്ര വൈദ്യന്മാരുണ്ട്? എന്തായാലും വൈദ്യരം മരുന്ന് ക്വാളിറ്റി ഉള്ള മരുന്നാണ്. പഴയ കാലത്ത് കുഞ്ഞൻ വൈദ്യരുടെ വൈദ്യർ. അപ്പം നിങ്ങൾ ചേട്ടന്മാരായിട്ട് ഒത്തിരി വൈദ്യന്മാരുണ്ടാവുമല്ലോ അല്ലേ? ഇപ്പോൾ ശരിക്കും മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഇപ്പം നിങ്ങളെ മക്കളും ഈ മേഖലയിലുണ്ടോ? പഠിക്കാൻ പോകുന്നു. നിങ്ങളെ മോനിവിടെ അടുത്ത് കാണലുണ്ടല്ലോ അപ്പോൾ ഇനി നിങ്ങളെ കാലശേഷം മക്കൾ ഈ മേഖല വരുമോ? വരാൻ സാധ്യത ഉണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും വൈദ്യരെ സപ്പോർട്ട് ചെയ്യുക. വൈദ്യരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുക. നല്ല വൈദ്യ ഷോപ്പാണോ? ഞാനിതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഈ ചങ്കിനെ കണ്ടപ്പോൾ ഇങ്ങനെ നമ്മൾ മുത്തുമണിയാണ്. അപ്പോൾ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുള്ളൂ. എന്താ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ആൾ ശുദ്ധനാണ്. പിന്നെ അതേ പറയാനുള്ളത്, മരുന്ന് നല്ല മരുന്നാണ്. പിന്നെ ചിലപ്പോൾ കൂട്ടി വാങ്ങും. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഉത്തരവാദിയല്ല, സുബീർ ബാബുവിന് ഉത്തരവാദിയല്ല.